ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലാർജസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റും തേർഡ് ലാർജസ്റ്റ് എലമെൻറ്റും ഒക്കെ കണ്ടെത്തുന്ന, അതായത് വിത്തൗട്ട് സോർട്ടിങ് കണ്ടെത്തുന്ന കൂടി നമ്മൾ ചെയ്തില്ലേ. ഇവിടെ ഞാൻ സ്മോളസ്റ്റ് എലമെൻറ്റിനെയാണ് എനിക്ക് കണ്ടെത്താൻ പോകുന്നത്. സോർട്ടിങ്ങിലൂടെ കണ്ടെത്തലൊക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ലാർജസ്റ്റ് കണ്ടെത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തി കാണും. സ്മോളസ്റ്റ് സോർട്ടിങ്ങിലൂടെ എങ്ങനെ കണ്ടെത്താം. ഓക്കെ, ലാർജസ്റ്റിൻ്റെ സോർട്ടിങ് ഇതിലൂടെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അത് ഞാൻ ഹൈ ബട്ടണിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഒന്ന് വരതെ കിട്ടും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ വിത്തൗട്ട് സോർട്ടിങ്ങിൽ സ്മോളസ്റ്റ് എലമെൻറ്റിനെയാണ് കണ്ടെത്താൻ പോകുന്നത്. ഇവിടെ ഞാൻ അറേ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് നോക്കിയാൽ തന്നെ കിട്ടും സ്മോളസ്റ്റ് എലമെൻറ്റ് 1 ആണെന്ന്. പക്ഷേ 1 അങ്ങ് പ്രിൻറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മാർക്കൊന്നും തരാൻ പോകുന്നില്ല. ഓക്കെ, ഇനി വിത്തൗട്ട് സോർട്ടിങ്ങിൽ എങ്ങനെയാണ് കണ്ടെത്തുക വെച്ചാൽ, ഇവിടെ അറേയും കൊടുത്തിട്ടുണ്ട്, ലിമിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, ഇവിടെ ഐയും ജെയും കെയും ഞാൻ ഡിക്ലെയറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ, ഫോർ ലൂപ്പ് കൊടുക്കണം. ഫോർ ലൂപ്പ് അല്ല, ആദ്യം നമുക്ക് ഒരു ഇൻറ്റ് സ്മോളസ്റ്റ് അല്ല S1 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ഇൻറ്റ് അന്ന് നമ്മൾ ഉപയോഗിച്ച പോലെ അന്ന് നമ്മൾ മിനിമം ആയിരുന്നു ഉപയോഗിച്ചത്, ഇവിടെ മാക്സിമം ആണ് എടുക്കുന്നത്. അന്ന് ഞാനിത് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ചെയ്യാൻ പറഞ്ഞു തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അപ്പോൾ മിനിമത്തിൻ്റെ ഓപ്പോസിറ്റ് മാക്സിമം. ഓക്കെ, ഈ മിനിമം അതിനകത്ത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അതെത്ര വലിയൊരു വാല്യൂ ആണെന്ന് അപ്പോൾ തിരിക്കും. ഇപ്പോൾ വരുമോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ എറർ കാണിക്കും, കാരണം ഇൻറ്റ് മിനിമം ഒരു കീവേഡാണ്. ആ ഒരു കീവേഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് #include Hലാണ്. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. #include limits.hലാണ്. ആ ഒരു ഹെഡർ ഫയലും കൂടി ഇവിടെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാണുന്നില്ലേ, വലിയൊരു വാല്യൂ ആണ് ഇതിലുള്ളത്. ഓക്കെ, ഒരു വലിയൊരു വാല്യൂ, അതാണ് S1ലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ S1ൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഒരു വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് ഇങ്ങനെ അറിയാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ISN 0 തൊട്ടിട്ട് I ലെസ് ദാൻ ലിമിറ്റ് വരെ കൊടുക്കുക, I++. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുക. AR(i)യിലുള്ളതിനേക്കാൾ അന്നേരം നമ്മൾ ചെയ്തത് വലുതാണോ ചെക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ സ്മോളസ്റ്റ് ആണ് എടുക്കേണ്ടത്. ചെറുതാണോ, S1ലുള്ളതിനേക്കാൾ ചെറുതാണോ AR(i)യിലുള്ളത് നോക്കും. അത് S1ൽ ഒരു വലിയ വാല്യൂ അല്ലേ, അതിനേക്കാൾ ചെറുതാണോ ഈ AR(i)യിലുള്ളത് നോക്കും. നമുക്ക് സ്മോളസ്റ്റ് എലമെൻ്റ് അല്ല ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ S1ലേക്ക് ആ AR(i) എടുത്ത് മാറ്റി വെക്കണം. അതായത് S1ൽ ഇപ്പം കിടക്കുന്ന വലിയൊരു വാല്യൂ അല്ല, കാണുന്നില്ലേ, വലിയൊരു വാല്യൂ, അതിനെക്കാട്ടി ചെറുതാണോ AR(i)യിലുള്ളത് നോക്കും. ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന വാല്യൂ എടുത്ത് AR(i)യിലുള്ള വാല്യൂ എടുത്ത് S1ലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നമുക്ക് സ്മോളസ്റ്റ് എലമെൻറ്റിന് വേണ്ട കോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. printf %d, S1. ഓക്കെ, ഇവിടെ എന്തോ ഒരു എററുണ്ട്. അറേ നെയിം ഓക്കെയാണ്, I ഓക്കെയാണ്. ഇപ്പോൾ നമുക്കൊന്ന് എറർ എന്താ, എറർ എന്തിനാ, അവിടെ പ്രിൻ്റ് ആയിരുന്നു, അത് നിങ്ങൾക്ക് തിരിയാതെ ഉണ്ട്. അതായത് ഇവിടെ ഈ ലാസ്റ്റത്തെ 1 അതിൻ്റെ 1 ആണ്. ഓക്കെ, ഇവിടെ ഇത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് തിരിയാണ്ട് വന്നു 1. ഇനി ഞാൻ ഈ 1നെ ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം.
ഏതാ സ്മോളസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക? 4 ചെറുത് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ സ്മോളസ്റ്റ് എലമെൻറ്റിൻ്റെ അറേ നമ്മൾ സോൾവ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ എ അറേ. സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് ഇൻ എ അറേ കണ്ടെത്താൻ നമുക്ക് ഇവിടെ നമ്മൾ S1 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു S2 എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടി ആവശ്യമുണ്ട്. ഇൻറ്റ് S2 ഈക്വൽ ടു അതേപോലെ തന്നെ ഇൻറ്റ് _max കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഈഫിൻ്റെ ഉള്ളിലാണ് നമുക്ക് വ്യത്യാസം ആദ്യം വരുത്തേണ്ടത്. എന്താ വ്യത്യാസം വരുത്തേണ്ടത് വെച്ചാൽ ഈഫിൻ്റെ ഉള്ളിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട S1 ചെറുതാണോ AR(i) എന്ന് ചെക്ക് ചെയ്ത്. ഇവിടെ ഫസ്റ്റ് ലാർജസ്റ്റ് എലമെൻ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ AR(i) ആദ്യം ഉണ്ടായിരുന്ന ഒരു വാല്യൂ അല്ലേ, ആ ഒരു വാല്യൂവിനെ എടുത്തിട്ട് ഈ S2ലേക്ക് വെക്കണം. അങ്ങനെ കൂടുതൽ വരുത്തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ S2 ഈക്വൽ ടു S1 എന്ന് കൊടുക്കുക. S2 ഈക്വൽ ടു അല്ല, S2 അസൈൻ S1. അതായത് ഇവിടുന്ന് S2ൻ്റെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ S1ൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതാണ്. അത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു S1ലുള്ള വാല്യൂ എടുത്ത് S2ലേക്ക് മാറ്റി വെക്കുന്നു. ഇങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ആവണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. S2 പെർസെൻറ്റേജ് ഇപ്പോൾ കണ്ട 55 5 സെക്കൻഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് അല്ലേ? യെസ്, ഇവിടെ 55 വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ ഇത്ര മാത്രം ചെയ്താൽ പോരാ. ഇവിടെ നമുക്ക് എൽസിൽ ഒരു കേസും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അതായത് ആ ഒരു സാധനം ഈ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തില്ലേ, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിൽ എന്ത് ചെയ്യണമെന്നും കൂടി കൊടുക്കണം. ഫോൾസ് മാത്രം കൊടുത്താൽ പോരാ, ഈഫും കൂടി കൊടുത്തിട്ട് ചെയ്യണം. ഇതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ AR(i)ൽ തന്നെ കൊടുക്കുക. അതായത് മേലത്തെ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് അതായിട്ട് വരുന്നത് ആ ഒരു വാല്യൂവിനെ ചെക്ക് ചെയ്യുന്ന, അതായത് S2 ചെറുതാണോ ആ വരുന്ന വാല്യൂ, മനസ്സിലായോ? അതായത് S2 ഇവിടുന്ന് ഒരു S2ലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ആകുന്നുണ്ട്. ആ ഒരു വാല്യൂവിനേക്കാൾ ചെറുതാണോ ഈ AR(i) എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെറുത് വന്നാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരുന്ന, അപ്പോൾ ഈ S1 ചെറുതാണ് അല്ല വലുതാണ്. അപ്പോൾ ഈ S2ൽ ഇപ്പോൾ ഉള്ള വാല്യൂവിനേക്കാൾ ചെറുതാണോ AR(i) എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ AR(i)ൽ ഈ S2 ചെറിയൊരു വാല്യൂ ആണ് വരുന്നത്. അതുപോലെ S1 വലിയൊരു വാല്യൂ, ആ ഒരു വാല്യൂവിന് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. ആ ഒരു വാല്യൂവിനെ S2ലേക്ക് എടുത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്താൽ നടക്കും. ഇവിടെ ഒരു എററും കൂടിയുണ്ട്. ഇവിടെ റിപ്പീറ്റായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കൊരു കണ്ടീഷനും കൂടി കൊടുക്കണം. AR(i) ഇവിടുന്ന് അതിന് വലുതാണെന്ന് ചെക്ക് ചെയ്തില്ലേ, ഇവിടുന്ന് AR(i)നേക്കാൾ ചെറുതാണോ AR(i) എന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് AR(i) ഗ്രേറ്റർ ദാൻ S1 ആണോ എന്ന്. അതെന്തിനാ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈടെ ഒരു കേസും കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ 4 സ്റ്റോർ ചെയ്തില്ലേ, ഇനി അതേ 4 തന്നെ തിരിച്ച് AR(i)ൽ വന്നാൽ, അതായത് ഈ 4 റിപ്പീറ്റായിട്ട് 3 തവണ വരുന്നുണ്ട, ആ ഒരു കേസ് വന്നാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത് മാത്രം കൊടുത്തെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ടീഷനും കൂടി നമ്മൾ ട്രൂ ആണെന്ന് കൊടുത്താൽ അതിനാണ് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക് വരും. ഇതും കൂടി കൊടുത്താൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഇവിടുന്ന് 4 വരുന്നു. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയെന്ന് നോക്ക്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. S2 AR(i)ലുള്ളതിനേക്കാൾ ചെറുതാണോ S1 എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ ഈ ഇവിടെ ചെക്ക് ചെയ്താൽ AR(i) ഉണ്ടാകുക 4 താഴോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഈ S1 ഉണ്ടാകുക 4 ലെസ് ദാൻ 4 ട്രൂ ആണോ? 4 ചെറുതാണോ? ഈക്വൽ അല്ലേ? അപ്പോൾ ആ ഒരു വാല്യൂ ഇതിലേക്ക് വരാൻ യോഗ്യമല്ല. അതായത് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പം തന്നെ ഇത് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് കറക്റ്റായിട്ടുള്ള വാല്യൂ തന്നെ നമുക്ക് കിട്ടും. കണ്ട 4, 5 സെക്കൻഡ് ലാർജസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പേ ചെയ്തു. ഫസ്റ്റ് ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് കൊടുക്കാണ്ട് തന്നെയാണ് 4ഉം 5ഉം കറക്റ്റായിട്ടാണ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള തേർഡ് ലാർജസ്റ്റ് എലമെൻ്റാണ്. തേർഡ് സ്മോളസ്റ്റ് എലമെൻറ്റ് കണ്ടെത്താൻ നമുക്ക് ഇതുപോലെ തന്നെ ഇൻറ്റ് S3 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ അസൈൻ ചെയ്യുന്നുണ്ട്. അതും ഇൻറ്റ് അണ്ടർസ്കോർ മാക്സിലേക്ക് തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൻ്റെ കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈഫിൻ്റെ ഉള്ളിൽ ഒരു മാറ്റവും കൂടി വരുത്താനുണ്ട്. ഇവിടെ കണ്ട S1 എടുത്ത് S2ലേക്ക് വെച്ച്. ഓക്കെ, എന്നിട്ട് AR(i) എടുത്തിട്ട് S1ലേക്ക് വെച്ച്. ഇനി എന്താ ആദ്യത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ട S1 എടുത്തിട്ട് S2ലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ S3ലേക്ക് ആ S2ൽ ആദ്യം ഉണ്ടാകുന്ന വാല്യൂ എടുത്തു വെക്കണം. ഓക്കെ, ഇത് കണ്ട S2 എടുത്തിട്ട് S3ലേക്ക് വെക്കണം, S1 എടുത്ത് S2ലേക്ക് വെക്കണം, എന്നിട്ട് AR(i) എടുത്തിട്ട് S1ലേക്ക് വെക്കണം. ഇനി ഈ എൽസിഫിൻ്റെ അകത്ത് നമുക്ക് ഒരു മാറ്റവും കൂടി വരുത്താനുണ്ട്. അതായത് ഇവിടെ AR(i) എടുത്തിട്ട് S2ലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഈ S2 എടുത്തിട്ട് S3ലേക്ക് വെക്കണം. ഓക്കെ, S3ലേക്ക് S2 എടുത്ത് വെക്കണം. ഇവിടെ മനസ്സിലായോ? ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഉള്ളിലേക്ക് വരുന്ന ടൈം ആ S2ൽ ഉണ്ടായിരുന്ന വാല്യൂ എടുത്ത് S3ലേക്ക് വെക്കുന്നു, AR(i) എടുത്തിട്ട് S2ലേക്ക് വെക്കുന്നു. ഓക്കെ, ഇനി ഒരു എൽസിഫും കൂടി സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങുക. ഓക്കെ, എൽസിഫ് AR(i) ഗ്രേറ്റർ ദാൻ അല്ല, അത് നമുക്കിവിടെ സ്മോളസ്റ്റ് എലമെൻ്റ് അല്ല വേണ്ട, അതിനേക്കാൾ ചെറുതാണോ S3 എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ചെക്ക് ചെയ്യേണ്ട കാര്യം AR(i) ഗ്രേറ്റർ ദാൻ S2 ആണോ ചെക്ക് ചെയ്യാം. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയിട്ടുള്ളിലേക്ക് വരുന്ന ടൈം ആ S3ലേക്ക് AR(i) എടുത്ത് വെക്കുക. ഓക്കെ, റൺ ചെയ്യാം. ആർക്കാനിടാം %d ഒന്നും കൂടി കൊടുക്കുക, %d, S3 ഇടിയതാ 4, 5, 6 വന്നിട്ടുണ്ട്. അതായത് 5നേക്കാൾ വലുതായിട്ട് ഈ 6 ഇവിടെ ഈ ലാസ്റ്റ് എന്താ നടന്നതെന്ന് വെച്ചാൽ S3യിൽ ഇതിൻ്റെ മുമ്പ് സ്റ്റോർ ചെയ്ത വാല്യൂവിനേക്കാൾ ചെറുതാണോ AR(i) എന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. ഈ കണ്ടീഷൻ ട്രൂ ആയി എന്ന് വെച്ചാൽ S3യിലുള്ള വാല്യൂവിനേക്കാൾ ചെറുതാണ് AR(i). അപ്പോൾ ആ ഒരു AR(i) ആണ് S3 ആകേണ്ടത്. ഓക്കെ, അതായത് തേർഡ് സ്മോളസ്റ്റ് എലമെൻ്റ് ആകേണ്ടത്. ഇനി ഇതാ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരുന്ന ഒരു സംഖ്യക്ക് ചാൻസ് ഉണ്ട്. അതായത് S2ലെ വാല്യൂ തന്നെ AR(i) ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് താഴോട്ടേക്ക് വരുന്നത്. ഈ S2ലുള്ള വാല്യൂ ഇല്ല, ഈ രണ്ട് വാല്യൂവും സെയിം ആയാൽ ഇവിടെ S2ഉം ഈ ഒരു S3യും സെയിം വാല്യൂ തന്നെ നമുക്ക് പ്രിൻ്റായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ചാൻസ് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു സാധനം കൊടുക്കുന്നത്. ഇത് ഓർത്ത് വെക്കുകയെന്ന് വെച്ചാൽ അതായത് ഇവിടെ ചെറുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ഇനി അതിനേക്കാൾ വലുതാണോ എന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്തു. ഇവിടെ നമ്മൾ അത് പറയുന്നുള്ളൂ, ഞാനിപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുന്നില്ല.
എന്നിട്ട് ആ ഒരു സംഖ്യ എടുത്ത് S3യിലേക്ക് വെക്കുന്നു. ഇനി നിങ്ങളോട് സെക്കൻഡ് സ്മോളസ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂവെങ്കിൽ ഇവിടെ നിങ്ങൾ ഇതൊന്നും കൊടുക്കണ്ട. ഓക്കെ, ഇതാ ഇതുപോലെ കൊടുത്താൽ ഇതൊക്കെ അറിയാമെന്ന്. ഓക്കെ, സെക്കൻഡ് സ്മോളസ്റ്റ് ചോദിച്ചാലും തേർഡ് സ്മോളസ്റ്റ് ചോദിച്ചാലും S2 S3 മാറ്റി പ്രിൻ്റ് ചെയ്ത് കൊടുത്താൽ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സ്മോളസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് സ്മോളസ്റ്റ് വേണ്ടിക്കൽ 6 ഇങ്ങനെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടിക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ അറേൻ്റെ വാല്യൂസ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ നെഗറ്റീവ് വാല്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്മോളസ്റ്റ്. ഇനി സെക്കൻഡ് സ്മോളസ്റ്റിൽ 1 പറയുന്നത്. യെസ്, അതും 1 തന്നെയാണ്. പിന്നെ ആ 1നേക്കാൾ വലുതായിട്ടുള്ള 2 തന്നെ ആയിരിക്കൂലേ. അപ്പോൾ ഓക്കെയാണ്, കോഡ് വർക്കാണ്. അപ്പോൾ ഫസ്റ്റ് സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റും തേർഡ് സ്മോളസ്റ്റും എങ്ങനെയാണ് കണ്ടെത്തുന്നത് കറക്റ്റായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.